മൊഡ്യൂൾ നമ്പർ 3-ലെ 11th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് ടോപ്പിക്, പ്രഷർ, ഐസോബാർസ്, ന്യൂമാക്സ്, ചാർട്ട്, രണ്ട് ചെറിയ തിയറി ടോപ്പിക്കാണ്. മൊഡ്യൂൾ 3-ലെ ലാസ്റ്റ് ടോപ്പിക്കും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത് ലാസ്റ്റ് ടോപ്പിക്കായിട്ടാണ് വരുന്നത്. ഒന്ന് പ്രഷർ ഐസോബാർസ്, പ്രഷർ ബൾബ്സ്, ന്യൂമാക്സ് ചാർട്ട് ആൻഡ് ദെയർ യൂസ്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്, അതെങ്ങനെയാണ് ഈ ഒരു പ്രഷർ ഐസോബാർസ് അല്ലെങ്കിൽ ന്യൂമാക്സ് ചാർട്ട് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ട, നമുക്കതിൻ്റെ തിയറിയും അതിൻ്റെ യൂസും മാത്രമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഐസോബാർ ഡയഗ്രാം അല്ലെങ്കിൽ പ്രഷർ ഐസോബാർ എന്താണെന്ന് നോക്കാം. ആൻ ഐസോബാർ ഈസ് എ കർവ് ഓർ കോണ്ടൂർ കണക്റ്റിംഗ് ഓൾ പോയിൻറ്റ്സ് ബിലോ ദ ഗ്രൗണ്ട് സർഫസ് ഓഫ് ഈക്വൽ വെർട്ടിക്കൽ പ്രഷർ. അപ്പോൾ ഐസോബാർസ് അല്ലെങ്കിൽ പ്രഷർ ഐസോബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയഗ്രമാണ്, കോണ്ടൂർ ഡയഗ്രമാണ് അല്ലെങ്കിൽ ഒരു കർവാണ്. അതെങ്ങനെയാണ് വരക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് സർഫസിന് താഴെയുള്ള ഒരേ വെർട്ടിക്കൽ പ്രഷറുള്ള പോയിൻറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് വരക്കുന്നതാണ്. ഓക്കെ, ഇത് നമ്മുടെ ഗ്രൗണ്ട് സർഫസ് ആണ്. ഇവിടെ നമ്മളൊരു ലോഡ് ക്യൂ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ സ്ട്രെസ്സ് നമ്മൾ പല പോയിന്റിലും കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ 10 ആണ് പ്രഷർ, ഇവിടെ 10 ആണ് പ്രഷർ. അങ്ങനെ 10 പ്രഷറുള്ള എല്ലാ പോയിൻറ്റ്സും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്ത് വരക്കുന്ന ഡയഗ്രത്തിനെയാണ് നമ്മൾ ഐസോബാർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക് ബൾബിൻ്റെ ഷേപ്പിലായിരിക്കും വരുന്നത് ശരിക്കും വരച്ച് കഴിയുമ്പോൾ. അതുകൊണ്ട് നമ്മളതിനെ പ്രഷർ ബൾബ് എന്നും പറയാറുണ്ട്. It is a spatial curved surface in the shape of a bulb because the vertical pressure on a given horizontal plane is the same in all directions at points located at equal radial distance around the axis of loading. It is symmetrical about the vertical axis passing through the load point. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിതൊരു ഗ്രൗണ്ട് സർഫസ് ആണ്, നമ്മളിപ്പോൾ ഒരു സ്ട്രിപ്പ് ലോഡ് കൺസിഡർ ചെയ്തു, ഇത് അതിൻ്റെ സെൻറ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റേഡിയൽ ഡിസ്റ്റൻസ് റൈറ്റ് സൈഡിലേക്ക് എടുത്താലും ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താലും ഒരേ റേഡിയൽ ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന പ്രഷർ സെയിം ആയിരിക്കും. ഇനി ഇസഡ് ഡെപ്ത് താഴുന്നതനുസരിച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. അപ്പോൾ ഇത് ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ വരച്ചിട്ട് മറ്റേ ഡയറക്ഷനിൽ നമ്മളതിനെ സിമെട്രിക്കൽ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയഗ്രത്തിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. The zone in a loaded soil mass bounded by an isobar given vertical pressure intensity is called pressure bulb. The zone in a loaded soil, അപ്പോൾ ഒരു സോയിലിൻ്റെ അകത്തുള്ള ലോഡഡ് ഏരിയ അല്ലെങ്കിൽ ലോഡഡ് സോണിനെ നമ്മളൊരു ബൗണ്ടറി വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രഷർ ഇൻറ്റൻസിറ്റീനെയാണ് നമ്മൾ പ്രഷർ ബൾബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ കാണിച്ചേക്കുന്നത് ഈ യെല്ലോ കളറിൽ കാണിച്ചേക്കുന്ന ആദ്യത്തെ ഒരു പ്രഷർ ബൾബാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യൂ എന്ന് പറയുന്ന ലോഡ്, ഈ ക്യൂ എന്ന് പറയുന്ന ലോഡ് കൊണ്ടുണ്ടാകുന്ന പ്രഷർ ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ ഏത് പോയിന്റിലാണോ ലോഡ് അപ്ലൈ ചെയ്ത് അവിടെ 0 ആയിരിക്കും, അവിടെ 0 ആയിരിക്കും, അതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. പിന്നെ നമ്മൾ ഒരേ പ്രഷറുള്ള പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്ത് വരക്കുന്ന ആ ഒരു ഡയഗ്രത്തിനെയാണ് നമ്മൾ പ്രഷർ ബൾബ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ യെല്ലോ കളർ റീജിയൻ പറഞ്ഞു, അവിടെ എല്ലാ പ്രഷറും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു പ്രഷർ ഡയഗ്രാം ഗ്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുന്നത് ഈ യെല്ലോ റീജിയൻ്റെ അകത്തൊക്കെ ഒരേ പ്രഷറായിരിക്കും, ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഒരേ പ്രഷറായിരിക്കും. അതിനേക്കാളും കുറച്ചുകൂടി കുറഞ്ഞ പ്രഷറായിരിക്കും അതിൻ്റെ പുറത്തുള്ള റീജിയൻ. അപ്പോൾ ഈ യെല്ലോ റീജിയൻ്റെ പുറത്തെന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി കുറച്ചുകൂടി പ്രഷർ കുറവായിരിക്കും, ഗ്രീൻ റീജിയൻ്റെ പുറത്തെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രഷർ കുറവായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ പ്രഷർ ഡയഗ്രാംസ് വരയ്ക്കുന്നത്. The pressure at points outside the pressure bulb are smaller than on the surface of bulb. അപ്പോൾ ഒരു പ്രഷർ ബൾബിൻ്റെ സർഫസിലുള്ളതിനേക്കാളും കുറഞ്ഞ പ്രഷറായിരിക്കും ബൾബിൻ്റെ പുറത്തുള്ളത്. അങ്ങനെ ഓരോ പ്രഷർ ബൾബ് എടുത്താലും അതിൻ്റെ സർഫസിൽ എന്താണോ പ്രഷർ അതിനേക്കാളും കുറവായിരിക്കും അതിൻ്റെ പുറത്തേക്കുള്ളത്. പ്രഷർ അറ്റ് പോയിൻറ്റ്സ് ഇൻസൈഡ് ദ പ്രഷർ ബൾബ് ആർ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ബൾബ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രഷർ ബൾബ് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ സർഫസിൽ പ്രഷർ ഇപ്പോൾ P ആണെങ്കിൽ, P = 10 ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ 10-നേക്കാളും കൂടുതലായിരിക്കും അതിൻ്റെ അകത്തത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ. Any number of pressure bulb may be drawn for any applied load since
ഈച്ച് വൺ കറസ്പോണ്ട് ടു ദി ആർബിട്രറി ചൂസൺ വാല്യൂ ഓഫ് സ്ട്രെസ്. ഇപ്പോൾ നമുക്ക് ഒരു ലോഡാണെങ്കിൽ ഒരു ലോഡ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രഷർ ബൾബ് വേണമെങ്കിലും വരക്കാൻ പറ്റും. എനി നമ്പർ ഓഫ് പ്രഷർ ബൾബ് ക്യാൻ ബി ഡ്രോൺ. ഓക്കെ. A system of isobars indicates the decrease in stress intensity from the inner to the outer ones and remains one of onion bulb, hence name pressure bulb. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ഐസോബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു സിസ്റ്റം ഓഫ് ഐസോബാർ. നമ്പർ ഓഫ് പ്രഷർ ബൾബ്സ് നമ്മൾ വരച്ചിട്ടുണ്ട്. അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ഇൻറ്റൻസിറ്റി അകത്തുനിന്ന് പുറത്തേക്ക്, ഇതാണ് ഇന്നർ സർഫസ്, ഇതാണ് ഔട്ടർ സർഫസ്. അപ്പോൾ ഇന്നർ സർഫസിൽ നിന്ന് ഔട്ടർ സർഫസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പ്രഷർ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ്, കുറഞ്ഞുകൊണ്ടേയിരിക്കും, ഡിക്രീസസ്. അപ്പോൾ ഇന്നർ സർഫസ് അല്ലെങ്കിൽ ഇന്നർ പ്രഷർ ബൾബിൽ നിന്ന് നമ്മൾ ഔട്ടർ പ്രഷർ ബൾബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ ഇൻറ്റൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ പ്രഷർ 10 ആണെങ്കിൽ അതിൻ്റെ തൊട്ട് പുറത്ത് പ്രഷർ ചിലപ്പോൾ 8 ആയിരിക്കും, 6 ആയിരിക്കും, 4 ആയിരിക്കും, അങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ. അപ്പോൾ നമുക്കിത് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതൊരു ലോഡഡ് സ്ട്രിപ്പ് ആയിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഗ്രൗണ്ട് സർഫസ്. ലോഡഡ് സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് B ആണ്. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ലൈൻ കാണിച്ചു, ഇസെഡിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി വെർട്ടിക്കൽ ലൈൻ കാണിച്ചു. ഓക്കെ. ഇനിയിപ്പോൾ പ്രഷർ ബൾബിൻ്റെ ഒരു ഹാഫ് ഡയറക്ഷനോട് വരച്ചിട്ടുള്ളൂ, അതിൻ്റെ ബാക്കി ഇപ്പുറത്തേക്കും ഉണ്ട്. അതേപോലെ അടുത്ത ഒരു 60 എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റിയുടെ പ്രഷർ ബൾബ് വരച്ചിട്ടുണ്ട്, അതിൻ്റെ ഇപ്പുറത്തേക്കും ഉണ്ട്. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി നമുക്ക് വാല്യൂ മാറുന്നതനുസരിച്ച് മാറ്റി മാറ്റി വരക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഗ്രൗണ്ട് സർഫസ്, ഇതാണ് നമ്മുടെ സ്ട്രിപ്പ്. ഇനി 1B ഡെപ്ത്ത് ഇസെഡ് ഇസ് ഈക്വൽ ടു 1B. ഇതേ 1B ഡെപ്ത്തിൽ എത്രയാണെന്നുള്ളതാണ് നമ്മൾ വരക്കാൻ പോകുന്നത്. അപ്പോൾ 1B ഡെപ്ത്തിൽ നമ്മൾ 60 എന്ന് പറയുന്ന പ്രഷറിനെ കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു. അടുത്തത് കുറച്ചുകൂടി താഴേക്ക് പോകുമ്പോൾ AS40 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ നമുക്കറിയാം ഈ പോയിന്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ 0 ആയിരിക്കും. അടുത്തത് 30 എന്ന് പറയുന്ന പ്രഷർ ബൾബ് ഇത്, 20 എന്ന് പറയുന്ന പ്രഷർ ബൾബ് ഇത്. അങ്ങനെ നമുക്ക് താഴത്തേക്ക് ഇൻറ്റൻസിറ്റി കുറഞ്ഞ പ്രഷർ ബൾബ് വരക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പകുതിയേ വരച്ചുള്ളൂ, ബാക്കി പകുതി എന്ന് പറഞ്ഞാൽ സിമെട്രിക്കലായിരിക്കും. ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി, പ്ലോട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എത്ര പ്രഷർ ബൾബ് വേണമെങ്കിലും ഏത് ഇൻറ്റൻസിറ്റിയിൽ വേണമെങ്കിലും നമുക്ക് വരക്കാൻ പറ്റും. അപ്പോൾ അടുത്തത് ന്യൂമാക്സ് ചാർട്ടാണ്. ഇപ്പോൾ ന്യൂമാക്സ് ചാർട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക്. അതിൻ്റെ താഴെ ഇൻഫ്ലുവൻസ് വാല്യൂ എഴുതിയിട്ടുണ്ട്, 0.005 എന്നാണ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ന്യൂമാക്സ് ചാർട്ടിൻ്റെ അത് കുറേ കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസും ഉണ്ട്, പിന്നെ കുറേ റേഡിയൽ ലൈൻസും ഉണ്ട്. നമ്മളൊരു എന്താ പറയുക, ഒരു ചിലന്തി വല പോലെ ഇരിക്കും ന്യൂമാക്സ് ചാർട്ട് എന്ന് പറഞ്ഞാൽ. കുറേ കോൺസെൻട്രിക് സർക്കിളും ഉണ്ട്, പിന്നെ അതിൻ്റെ അത് കുറേ റേഡിയൽ ലൈൻസും ഉണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം. ന്യൂമാക്സ് ഇൻഫ്ലുവൻസ് ചാർട്ട്. ദ ചാർട്ട് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് സർക്കിൾസ് ആൻഡ് റേഡിയൽ ലൈൻസ് ഈച്ച് ഏരിയ യൂണിറ്റ്. ഓരോ ഏരിയ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 കോൺസെൻട്രിക് സർക്കിളും 2 റേഡിയൽ ലൈൻ്റെ ഇടയിലുള്ള ആ ഒരു ഏരിയനെയാണ് നമ്മൾ ഏരിയ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സെക്ടർ ബിറ്റ്വീൻ 2 കോൺസെൻട്രിക് സർക്കിൾസ് ആൻഡ് 2 അഡ്ജസൻറ്റ് റേഡിയൽ ലൈൻ. അപ്പോൾ 2 കോൺസെൻട്രിക് സർക്കിളും 2 റേഡിയൽ ലൈനും ഇടയിലുള്ള ഈ ഒരു ഏരിയനെയാണ് നമ്മൾ യൂണിറ്റ് ഏരിയ എന്ന് കൺസിഡർ ചെയ്യുന്നത് ന്യൂമാക്സ് ചാർട്ട്. ഓക്കെ. ഇറ്റ് കോസസ് ഈക്വൽ വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഡയഗ്രാം. ഓക്കെ. അപ്പോൾ യൂസ് ഓഫ് ന്യൂമാക്സ് ചാർട്ട് നമ്മളിതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് സപ്പോസ് ഇതുപോലത്തെ ഒരു ലോഡഡ് ഏരിയ തന്നിട്ടുണ്ട്, നമ്മൾ കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്തായിരുന്നു അല്ലേ. ഇതുപോലത്തെ ഒരു ലോഡഡ് ഏരിയ തന്നിട്ടുണ്ട്. നമുക്ക് ഈ പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ന്യൂമാക്സ് ചാർട്ട് പ്ലോട്ട് ചെയ്യുക. ന്യൂമാക്സ് ചാർട്ട് കറക്റ്റ് സ്കെയിലിൽ പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഫിഗർ, ഈ ലോഡഡ് ഡയഗ്രത്തിൻ്റെ ഈ ഫിഗർ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ട്രേസ് ചെയ്യുക. ഒരു ട്രേസിങ് പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്യുക. എങ്ങനെ ട്രേസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ P എന്ന് പറയുന്ന പോയിന്റ് ന്യൂമാക്സ് ചാർട്ടിൻ്റെ സെൻറ്ററിൽ വരണം. ആ രീതിയിൽ നമ്മുടെ ഈ ലോഡഡ് ഡയഗ്രാം ഇതിൻ്റെ അകത്ത് ട്രേസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. യൂസ് ഓഫ് ന്യൂമാക്സ് ചാർട്ട്. എ പ്ലാൻ ഓഫ് ദ ലോഡഡ് ഏരിയ ഈസ് ഡ്രോൺ ഓൺ എ ട്രേസിങ് പേപ്പർ. അപ്പോൾ നമുക്ക് വരക്കാനുള്ള അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ലോഡഡ് ഏരിയ, ഏത് പോയിന്റിലാണോ പ്രഷർ കണ്ടുപിടിക്കേണ്ട P, ഇതെല്ലാം നമ്മളൊരു ട്രേസിങ് പേപ്പറിനകത്ത് കറക്റ്റായിട്ട് ട്രേസ് ചെയ്യാം. സ്കെയിൽ സച്ച് ദാറ്റ് ലെങ്ത് AB ഈസ് ഈക്വൽ ടു ദ ഡെപ്ത് Z ഓഫ് ദ പോയിന്റ് ബിലോ ദ സർഫസ്. അപ്പോൾ സ്കെയിൽ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ AB ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ഡെപ്തിലാണോ നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാനുള്ളത് ആ ഡെപ്തിനോട് ഈക്വൽ ആയിരിക്കണം AB എന്ന് പറയുന്ന ആ ഒരു ലെങ്ത് വരേണ്ടത്. The plan of the loaded area is placed over the Numax chart such that the point P at which
ദ പ്രഷർ ഈസ് റിക്വയർഡ് കോയിൻസൈഡ് വിത്ത് ദ സെൻറ്റർ ഓഫ് ദ ചാർട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു ഫിഗറിന് നമ്മളൊരു ട്രേസിംഗ് പേപ്പറിൽ വെച്ചിട്ടുണ്ട്. ഇനി ആ ട്രേസിംഗ് പേപ്പർ എടുത്തിട്ട് നമ്മുടെ ന്യൂമാക്സ് ചാർട്ടിൻ്റെ മുകളിൽ വെക്കുക. മുകളിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലോഡഡ് ഏരിയ എന്ന് പറയുന്ന ഈ പി എന്ന് പറയുന്ന പോയിന്റ് ന്യൂമാക്സ് ചാർട്ടിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ നമ്മൾ ആ ട്രേസിംഗ് പേപ്പർ കറക്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. ഓക്കെ. കൗണ്ട് ദ നമ്പർ ഓഫ് സ്മോൾ ഏരിയ യൂണിറ്റ്സ് അണ്ടർ ദ ലോഡഡ് ഏരിയ. അപ്പോൾ നമ്മളിതാ ഈ രീതിയിൽ ട്രേസിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് എത്ര ഇതുപോലത്തെ യൂണിറ്റ് ഏരിയയെ ഇത് ഇൻട്രസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കവർ ചെയ്ത് പോകുന്നുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ഈ ന്യൂമാക്സ് ചാർട്ടിൻ്റെ അകത്ത് ഇതേപോലത്തെ ഓരോ യൂണിറ്റ് ഏരിയയും കൗണ്ട് ചെയ്യുക. ആ കൗണ്ടിന് നമ്മൾ സ്മോൾ ലെറ്റർ എൻ എന്നാണ് പറയുന്നത്. ഓക്കെ. ഇത് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. സിഗ്മ എൻ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൻ ഇൻറ്റു ക്യൂ ആണ്, വേർ ഐ ഇസ് ദ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് ഓഫ് ദ ചാർട്ട്. അപ്പോൾ അത് ചാർട്ടിൽ തന്നെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് ഐ ഇസ് ഈക്വൽ ടു 0.005 ആണ്. ഇനി ക്യൂ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ലോഡിംഗ് ആണ്, നമുക്ക് തന്നിട്ടുണ്ടാവും. ഈ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാർട്ട് ട്രേസിംഗ് പേപ്പർ ഇതിൻ്റെ മുകളിൽ വെച്ചപ്പോൾ എത്ര ഏരിയ, എത്ര യൂണിറ്റ് ഏരിയ ആണോ ഇത് കവർ ചെയ്ത് പോയത് അത് നമ്മൾ ആ ചാർട്ടിൻ്റെ അകത്തുനിന്ന് കൗണ്ട് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പോയിന്റിലുള്ള പി എന്ന് പറയുന്ന പോയിന്റ് ചിലപ്പോൾ ഇസെഡ് ഇസ് ഈക്വൽ ടു എത്രയോ ഡെപ്തിലുള്ള നമുക്ക് വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും ഈ ഒരു ഇക്വേഷനിൽ നിന്ന്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ന്യൂമാക്സ് ചാർട്ടിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂള് ഇതോടെ കവർ ചെയ്തു. മൊഡ്യൂൾ നമ്പർ 3 നമ്മൾ മെയിനായിട്ട് പഠിച്ചത് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാംസ് പഠിച്ചു. അത് കഴിഞ്ഞ് ബോസ്കിൻസ് ഇക്വേഷനും അതിൻ്റെ കുറേ കണ്ടീഷൻസും പ്രോബ്ലംസും നോക്കി. അവസാനം ഒരു ചെറിയ തിയറി ടോപ്പിക്കാണ് നമ്മുടെ പ്രഷർ ഐസോബാറും ന്യൂമാക്സ് ചാർട്ടുമാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ കവർ ചെയ്തത്. അപ്പോൾ ഇതോടെ നമ്മുടെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1 മൊഡ്യൂൾ നമ്പർ 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.